ചർച്ച ചെയ്യുന്നത്. അമ്മ അക്സാമുൽ കലാമി, അപ്പോൾ കലാമിൻ്റെ കിസ്മുകളോ അക്കല്ലു, അപ്പോൾ അതിനെപ്പറ്റി പറയാണ്, അതിൻ്റെ ജവാബാണ്, അമ്മയുടെ ജവാബാണ്. അക്കല്ലു, അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒന്നിലുള്ള എത്തറക്കബു മിൻഹു, ആ ഒന്നിൽ നിന്നും ഉണ്ടാകും അൽ കലാമ് കൂട്ടിയുണ്ടാവും, ആ ഒന്നിൽ നിന്നും ആണ് കലാമ് സംസാരം ഉണ്ടാകുന്നത്. അങ്ങനെയുള്ളതിന് ഏറ്റവും ചുരുങ്ങിയ ഫോം ഏതാണ്? ഇസ്മായിൽ, 2 ഇസ്മുകൾ ചേർന്നാണ്. നഹു ഏതുപോലെ സെയ്ദിൻ കാലം, സെയ്ദാകുന്നത് നിൽക്കുന്നവനാകും. അത് ഇസ്മു ഫീൽ, അല്ലെങ്കിൽ ഇസ്മും ഫീലും കൂടെ ചേർന്നിട്ട് ഏതുപോലെ നഹു കാമ സെയ്ദ്, സെയ്ദ് നിന്നു അല്ലേ. ഓ ഫീലും ഹർഫ്, അല്ലെങ്കിൽ ഒരു ഫീലും ഹർഫും പോലെ. നഹു ഏതുപോലെ മാ കാമ, നിന്നില്ല, നിന്നില്ല എന്നുള്ള അർത്ഥം. സെയ്ദ് നിന്നില്ല എന്നല്ല, നിന്നില്ല. അപ്പോൾ അസ്ബതഹു ബഅലുഹു, ഈ ഉസൂൽ ഫിഖിൻ്റെ ആളുകളിൽ ചിലരെന്തായി അതിന് എന്താണ് മുസ്ബത്താണ് എന്ന് പറഞ്ഞു. അല്ല വലം യഅദുൽ ലമീറു, വലം യഅദുൽ ലമീറു, ലമീർ മടങ്ങിയിട്ടില്ല. അല്ല വലം യുഇദ്, ആ ബഅൽ എന്താക്കിയില്ല, മടക്കിയിട്ടില്ല. ലമീറ, ലമീറിനെ എവിടെയുള്ള ഫീ കാമ, കാമയിലുള്ള ലമീറിനെ മടക്കിയിട്ടില്ല. ഏത് ലമീർ? അറാജിഅ, മടങ്ങുന്ന ലമീർ. ഇലാ സെയ്ദ്, സെയ്ദിലേക്ക് മടങ്ങേണ്ടതായ ലമീറിനെ അവർ മടക്കിയില്ല. അവർ പറഞ്ഞു അത് ഇപ്പം നിലവിലില്ല. മസല ഉദാഹരണത്തിന് എന്താ ലി അദിമി ലുഹൂരിഹി, ആ മടങ്ങുക എന്നുള്ള സംഗതി അവിടെ പ്രകടമാകുന്നില്ല. അവിടെ സെയ്ദ് എന്നുള്ള വാക്ക് അവിടെ ആ ഒരു പറച്ചിൽ എന്തായിട്ടില്ല, പ്രകടമായിട്ടില്ല. അത് കാരണത്താൽ. എന്നാൽ വൽജുമൂർ, ഭൂരിപക്ഷം ആളുകളും അല്ല അദിഹി, അതിനെ എണ്ണുന്നതിന്മേലായിട്ടാണ് കലിമത്തിന് ഒരൊറ്റ കലിമത്തായിട്ട് എണ്ണ. എന്താണ് ഒരൊറ്റ കലിമത്താണെന്നായിട്ടാണ് എണ്ണ. പിന്നെ അവിസ്മുൻ വ ഹർഫ്, അവിസ്മുൻ വ ഹർഫ്, അല്ലെങ്കിൽ എന്താണ് ഒരു ഇസ്മു ഒരു ഹർഫും. പതാലിക്ക് അതേ തന്നെ ഫിന്നിദായി, നിദായിലാണുള്ളത്. ഇതുപോലെ നഹു യാ സെയ്ദു, ഓ സെയ്ദേ എന്നർത്ഥം. അപ്പോൾ യാ ഹർഫാണ്, സെയ്ദുൻ ഇസ്മാണ്. വൈൻ കാനൽ മാന, ഇവിടുത്തെ അർത്ഥം എന്താണെങ്കിലും അദുഉ ഔ ഉനാദി സെയ്ദ, ഞാൻ അദുഉ സെയ്ദ എന്നോ അല്ലെങ്കിൽ ഉനാദി സെയ്ദ എന്നൊക്കെ ആയിരിക്കാം. ഞാൻ സെയ്ദിനെ വിളിക്കുന്നു എന്നർത്ഥം. സംഗതി അതാണ് അർത്ഥമെങ്കിൽ ഫീലിൻ്റെ അർത്ഥം അവിടെ വരുന്നുണ്ടെങ്കിലും സംഗതി പ്രത്യക്ഷത്തിൽ മാ ഒരു ഹർഫും സെയ്ദ് അല്ല യാ ഒരു ഒരു ഹർഫും നിദായിൻ്റെ ഹർഫും സെയ്ദു ഒരു ഇസ്മും കൂടെ ചേർന്ന് വന്ന് കലാമിൻ്റെ ഒരു ചുരുങ്ങിയ ഫോമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കലാം ഓരോ ഐറ്റത്തിലേക്ക് വിഭജിതമാകുന്നതിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഇനി ചില വിഭജിതമാവലും പറയാനുണ്ട്. അതിനുശേഷം ഹക്കീക്കത്ത്, മജാസ് എന്താണ്, ഹക്കീക്കത്തിൻ്റെ ഓഹരികൾ, മജാസിൻ്റെ ഓഹരികളാണ് നമുക്കിന്ന് മനസ്സിലാക്കാനുള്ളത്. അപ്പം എൻകസിമു ഐലൻ, വീണ്ടും ഈ കലാമ് വിഭജിതമാകുക ഏതിലേക്ക്? ഇല്ല തമന്നിയിലേക്ക് വിഭജിതമാകുക. എന്താ തമന്നി? തമന്നി എന്ന് വെച്ചാൽ പ്രതീക്ഷയില്ലാത്തൊരു സാധനത്തെ എന്താക്കുക, തേട്, അതാണ് സംഗതി. ഇതുപോലെ ലൈത ശബാബ യഊദു യൗമ, ലൈത ശബാബ, യുവത്ത് എങ്ങാനും യഊദു മടങ്ങി വന്നിരുന്നെങ്കിൽ, യൗമ ഒരു ദിവസം യുവത്ത് മടങ്ങി വരിക, മടങ്ങിയൊന്നും വരില്ല, പക്ഷെ അങ്ങനെ ഒരു താല്പര്യം, അങ്ങനെ തേട്ടം ആണ്. അപ്പോൾ അതാണ് തമന്നി. പിന്നെ അറളിലേക്ക് വിഭജിച്ചാകുക. അറള് എന്ന് വെച്ചാൽ മയമായിട്ടുള്ള തേട്ടാണ്, മയമായിട്ടുള്ള തേട്ടം. പിന്നെ ഇതുപോലെ അല തൻസിലു ഇന്ധന, നിനക്ക് ഇറങ്ങാൻ വരായിരുന്നോ ഇന്ധന നമ്മളുടെ അടുക്കൽ. ഇപ്പോൾ ഒരാളിങ്ങനെ നടക്കുകയാണ്, കോഴിക്കോട് നിന്നും കണ്ണൂരിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ കൊയിലാണ്ടിലാണ് വീടുള്ളത്. അവിടെ നിനക്കൊന്ന് കൊയിലാണ്ടിൽ ഇറങ്ങിക്കൂടായിരുന്നോ എന്ന രൂപത്തിൽ. അല തൻസിലും ഇന്ധന, ഇറങ്ങിക്കൂടായിരുന്നോ. അപ്പോൾ ഒരു നല്ല സ്നേഹത്തിൻ്റെ ഭാഷയിലുള്ള ഒരു ഇങ്ങനെ പറയലാണ്. ഇനി കസമിലേക്ക് അത് വിഭജിതമാകും, സത്യം ചെയ്യാം. ഞാൻ ഇതുപോലെ വല്ലാഹി ല അഫ്അലന്ന കദ, അള്ളാഹുവാണ് ഞാൻ ഇന്നത് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഇനി വമിൻ വജീൻ ആഹറ, മറ്റൊരു രൂപത്തിൽ യൻകസിമു, ഈ കലാമ് വിഭജിതമാകും ഇലാ ഹക്കീക്കത്തിൻ വ മജാസിൻ, ഹക്കീക്കത്തിലേക്കും മജാസിലേക്കും. ഹക്കീക്കത്തിലേക്കും മജാസിലേക്കും കലാമിനെ നമുക്ക് വിഭജിക്കാൻ കഴിയും. അതിപ്പോൾ അംറിലും മജാസ് ഉണ്ട്, ഹക്കീക്കത്തുണ്ട്. ഇനിയിപ്പം എന്താണ് ഹബരിയായ ജുമലയിലുള്ള ഇൻഷായിയായ ജുമലയിൽ മജാസ് ഇല്ല എന്ന് തെറ്റിദ്ധരിക്കേണ്ട. ഏതിലും എന്തുണ്ടാകും, ടോട്ടൽ കലാമിനെ നമുക്ക് ഹക്കീക്കത്തൻ കലാമാക്കാം, അല്ലെങ്കിൽ മജാസ് കലാമായിട്ട് നമുക്ക് തിരിച്ചിരിക്കാൻ കഴിയും. അപ്പോൾ പല ഹക്കീക്കത്തു, അങ്ങനെയാകുമ്പോൾ ഹക്കീക്കത്ത് എന്ന് വെച്ചാൽ ഒന്നാണ്, ബാക്കി അത് ബാക്കിയായി, ഫിലിസ്തീമാലി ഉപയോഗത്തിൽ ബാക്കിയായി, അല മൗലൂഹി അതിൻ്റെ മൗലൂയിന്മേൽ ബാക്കിയായി, ഉപയോഗിക്കുന്നതിൽ അതിൻ്റെ മൗലൂ ഇല്ല, അതായത് ആ ഒരു പറച്ചിൽ ഏതിനു വേണ്ടിയാണോ വെക്കപ്പെട്ടത് അതിനു വേണ്ടി തന്നെ ഉപയോഗം. അങ്ങനെയെങ്കിൽ അതെന്താണ്, ഹക്കീക്കത്തായിരിക്കും. വക്കീല ഒരഭിപ്രായമുണ്ട്, വേറൊരു തരീഫ് ഏത് ഹക്കീക്കത്തിന്, ഒന്നാണ് ഉസ്തുഅമില, അത് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു, ഫീമ ഒരു പ്രയോഗത്തിൽ, ഉസ്തുലി അലഹി അത് പ്രായോഗികവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്, മിനൽ മുഹാത്തിബ എന്ന് വെച്ചാൽ മിനൽ മുഹാത്തിബ, അതായത് മിനൽ ജമാഅത്തിൽ മുഹാത്തിബ,
ഈ സംസാരിക്കുന്ന സമൂഹം അല്ലേ, സംസാരിക്കുന്ന സംഘത്തിൽ നിന്നും ഏതൊന്നിന്മേലാണോ അത് പ്രായോഗികവൽക്കരിക്കപ്പെട്ടത്, അതായത് അത് പ്രായോഗികവൽക്കരിക്കപ്പെട്ടത് ആ ഒരു അർത്ഥത്തിൽ ഉപയോഗിക്കപ്പെട്ട ഒരു സംഗതി, ഒരു സംഗതി എന്ന് വെച്ചാൽ ഒരു കലാം ഉസ്തോമിൽ അത് ഉപയോഗിക്കപ്പെട്ടു. ഫി മാ ഒരു ഒരർത്ഥത്തിൽ ഉപയോഗിക്കപ്പെട്ട ഒരു കലാം ഉസ്തുലിഹ അലഹി അതിൻ്റെ മേലാണ് പ്രായോഗികവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. മിനൽ മുഹാത്തിബത്ത് സംസാരിക്കുന്ന സമൂഹത്തിൽ നിന്ന്. അതായത് ഓരോരുത്തരും അവരിപ്പോൾ എന്താണ്, ചിലപ്പോൾ പുറമേ അത് മജാസായിരിക്കും, പക്ഷേ എന്താണ് ആ നാട്ടിൽ അത് തന്നെയാണ് പ്രയോഗം. അങ്ങനെയെങ്കിൽ അത് മജാസ് ആവൂല. അതെന്താണ് മജാസ് ആവൂല. മുഹാത്തിബയുടെ ഇസ്ലാഹ് അനുസരിച്ചാണ് പറഞ്ഞതെങ്കിൽ അതാണ് നോക്കണം. മുഹാത്തിബ് സംസാരിക്കുന്ന ആൾ, സംസാരിക്കുന്ന വിഭാഗം അവരുടെ ഇസ്തിലാഹ് അനുസരിച്ചാണ്, അവരുടെ ഇസ്തിലാഹിൽ ഉള്ള രൂപത്തിലാണ് അതിൻ്റെ യഥാർത്ഥത്തിൽ ഏതിനു വേണ്ടി വെക്കപ്പെട്ടതെന്ന് നോക്കൂല. മറിച്ച് അവരങ്ങനെ സാധാരണ പ്രയോഗിക്കാറുണ്ടോ എങ്കിൽ അത് ഹക്കീക്കത്താണ്, അത് മജാസ് ആവൂല. ഒന്നാമത്തെ തരീഫ് പ്രകാരം എന്താണ് ഇത്തരത്തിലുള്ള ചിലത് ഹക്കീക്കത്തല്ല, മജാസായി വരും. പക്ഷേ ഈ രണ്ടാമത് പറഞ്ഞ വക്കീലിട്ട് പറഞ്ഞ പ്രകാരം അതും എന്തായിരിക്കും, മജാസ് ആവില്ല, മറിച്ച് ഹക്കീക്കത്താവുള്ളൂ. നമുക്കൊന്ന് ഉദാഹരണം നോക്കാൻ മനസ്സിലാവും. വൈല്ലം കണ്ടോ, വൈല്ലം യബുക്ക അത് ബാക്കിയായിട്ടില്ലെങ്കിൽ ശരി, അല മൗലൂയി അതിൻ്റെ മൗലൂവിന് മേലെ, മൗലൂ എന്ന് വെച്ചാൽ അത് ഏതിനു വേണ്ടിയാണോ വെക്കപ്പെട്ട ആ മാനയുടെ മേലെ ആ ഒരു കലാമ് ബാക്കിയായിട്ടില്ലെങ്കിൽ ശരി. ഏതുപോലെ ഉദാഹരണം നോക്കാം. കസ്സലാത്ത് നിസ്കാരം പോലെ, ഫിൽ ഹൈഅത്തിൽ മഖ്സൂസത്തിൽ ഒരു പ്രത്യേകമായ രൂപത്തിലുള്ള സലാത്തില്ലേ, അതായത് മറ്റ് നിബിധങ്ങളുടെ പേരുള്ള സലാത്ത് അങ്ങനത്തെ അല്ല, നമ്മൾ സാധാരണ നിസ്കരിക്കുന്ന നിസ്കാരമാണ്. അതാണ് അല ഹൈഅത്തിൽ ഫിൽ ഹൈഅത്തിൽ മഖ്സൂസ എന്ന് പറഞ്ഞത്. ഫഇന്നഹു കാരണം അത് ലം യബക്ക അത് ബാക്കിയായിട്ടില്ല, ആ ഒരു കലാമ് അലാ മൗലൂഹി അതിൻ്റെ മൗലൂഹിൻ്റെ മേലെ. അതായത് സലാത്ത് എന്ന പദം ശരിക്കും ഏതൊരു മാനയ്ക്ക് വേണ്ടിയാണ് വെക്കപ്പെട്ടത് ആ ഒരു മാനയുടെ ഇതിലല്ല ഈ ഹൈഅത്ത് മഖ്സൂസയായ നമ്മൾ സാധാരണ പറയുന്ന നിസ്കാരം. അലാ മൗലൂഹിൽ ലുഗവി അതിൻ്റെ ലുഗവിയായ മൗലൂ ഭാഷാപരമായി അത് ഏതിനു വേണ്ടിയാണ് വെക്കപ്പെട്ട അതിന്മേൽ അത് ബാക്കിയായിട്ടില്ല എന്നാണ് കാരണം. അത് ഏതാവാനുള്ള കാരണം, അത് ഈ രണ്ടാമത്തെ താരീഫ് പ്രകാരം അത് ഹക്കീക്കത്താവാനുള്ള കാരണം. അപ്പോൾ ഒന്നാമത്തെ താരീഫ് പ്രകാരം അതെന്താണ്, മജാസാണ്. ഒന്നാമത്തെ താരീഫ് പ്രകാരം അത് മജാസാണ്. ആ കീലയിട്ട് പ്രകാരം സ്വലാത്ത് എന്നുള്ള നിസ്കാരത്തിന് വേണ്ടി സ്വലാത്ത് എന്നുള്ള പറച്ചിൽ കീല പ്രകാരം എന്താണ്, അത് ഹക്കീക്കത്താണ്. ഒന്നാമത് പറഞ്ഞ പ്രകാരം അത് മജാസാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വഹുവ കണ്ടോ, യഥാർത്ഥ ഭാഷാപരമായ ആ സ്വലാത്ത് എന്നുള്ള പദം ഏതിനു വേണ്ടി വെച്ചതാണ്, അത് വഹുവ ദുആ അതെന്താണ്, പ്രാർത്ഥനയാണ്. ബി ഹൈർ നന്മ കൊണ്ടുള്ള പ്രാർത്ഥനയാണ്. അതുപോലെ വേറൊരു ഉദാഹരണം, ദാബത്ത് എന്നുള്ളത് ഈ ദാത്തിൽ അറബൈ, സാധാരണ നമ്മൾ ദാബത്ത് ഉപയോഗിക്കുന്നില്ല, ദാത്തിൽ അറബ ദവാത്തിൽ അറബാണ്, ദവാത്തിൽ അറബ അത് മിസ്റ്റേക്ക് ആയിരിക്കും. ദവാത്തിൽ അറബ എന്ന് വെച്ചാൽ 4 കാലുള്ളത്, 4 കാലുള്ള നാൽക്കാലികളില്ലേ, ആ നാൽക്കാലികൾക്ക് പറയുന്നതാണ് ദാബത്ത് എന്ന്. ഇപ്പോൾ കലിമാരി കഴുത പോലെ അതിൻ്റെ അത് ഹക്കീക്കത്താണെന്ന് പറയുന്നത് ഫൈനഹു കാരണം അത് ലം യബുഖ അത് ബാക്കിയായിട്ടില്ല. അല മൗലൂഹി അതിൻ്റെ മൗലൂവിന്മേൽ അതിൻ്റെ മൗലൂവിന്മേൽ ബാക്കിയായിട്ടില്ല. അതായത് ഭാഷാപരമായി അത് ഏതിനു വേണ്ടിയാണോ ഈ ദാബത്ത് എന്ന പദം വെക്കപ്പെട്ടത് ആ ഒരു മാനയുടെ മേലെ ബാക്കിയായിട്ടില്ല എന്ന്. ബഹു ആ മാന ഏതാ വരിക, അത് കുല്ലുമാ യദിബു അലൽ അർലി, കുല്ലുമാ എല്ലാ ഓരോന്നാണ് യദിബു അത് ഇഴയും, അലൽ അർലി ഭൂമിയുടെ മേലെ ഇഴയുന്ന എല്ലാത്തിനും പറയാം എന്നാണ് ഇതിൻ്റെ ദാബത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിപ്പോൾ ഏതർത്ഥത്തിലാണ് ഇപ്പോൾ ഉപയോഗിക്കപ്പെടുന്നത്, അത് നാൽക്കാലി എന്ന അർത്ഥത്തിലാണ്. നിസ്കാരം എന്നുള്ളത് നല്ലത് കൊണ്ടുള്ള തേട്ടം പ്രാർത്ഥന, അതാണ് സലാത്ത് എന്നുള്ളത്. ആ സലാത്ത് ഇപ്പം എന്താണ്, ആ ഒരു നിസ്കാരമില്ലേ പ്രത്യേക രൂപത്തിലുള്ള നിസ്കാരത്തിനായി. അപ്പോൾ ഇതെല്ലാം എന്താണ്, ഒന്നാമത്തെ താരീഫ് പ്രകാരം ഇവ രണ്ടും എന്താണ്, മജാസാണ്. ആ കീല പ്രകാരം ഇത് മജാസല്ല, ഹക്കീക്കത്താണ്. ഇനി വൽ മജാസ് എന്ന് വെച്ചാൽ എന്താണ്, മജാസ് എന്ന് വെച്ചാൽ മാ തജവ്വസ ഐ തഅദ്ദാബിഹി മൗലൂഹി എന്നാണ്. മാ ഒന്നാണ്, തജവ്വസ തഅദ്ദ അത് വിട്ടുകടന്നിരിക്കുന്നു, അൻ മൗലൂഹി അതിൻ്റെ മൗലൂവിനെയും തൊട്ട് വിട്ടുകടന്നിരിക്കുന്നു. അതായത് ആ ഒരു കലാം ഏതൊന്നിനു വേണ്ടിയാണ് വെക്കപ്പെട്ട ആ ഒരു അർത്ഥത്തെ തൊട്ട് വിട്ടുകിടക്കുക, അതാണെന്ത് മജാസ് എന്ന് വെച്ചാൽ. ഇത് അലൽ മാനൽ അവലി ഒന്നാമത്തെ മാന പ്രകാരമാണ് ഈ ഹക്കീക്കത്തിനുള്ള. ഹക്കീക്കത്തിന് 2 മാന പറഞ്ഞിട്ടുണ്ടല്ലോ, അതിലുള്ള ഒന്നാമത്തെ മാന പ്രകാരമാണ് ഇപ്പോൾ ഇവിടെ മത്തിനിൽ പറഞ്ഞിട്ടുള്ളത്. മൗലൂവിനെ തൊട്ട് വിട്ട് കിടന്നതൊക്കെ എന്താണ്, മജാസാണ്. അത് ഏതിനു വേണ്ടിയാണ് വെക്കപ്പെട്ട ഏത് മാനൊക്കെ വേണ്ടിയാണ് ആ മാനയും തൊട്ട് വിട്ട് കിടക്കുക, അതൊക്കെ മജാസാണെങ്കിൽ. വാല സാനി ഇനി സാനി പ്രകാരം എന്താണത്,
സാനി എന്ന് വെച്ചാൽ ആ ഹക്കീക്കത്തിനുള്ള 2 മാന കൊടുത്തിട്ടുണ്ട്. ആ രണ്ടാമത്തെ മാനയിൽ കീലിട്ട് പറഞ്ഞ ആ മാന പ്രകാരം ഈ മജാസ് എന്ന് വെച്ചാൽ ഹുവ അത് ഒന്നാണ് ഉസ്തുഅമില അത് ഉപയോഗിക്കപ്പെട്ടു ഫി ഗൈരി മസ്തുലിഹ അലൈഹി മിനൽ മുഖാത്തിബ ഫി ഗൈരി ഒരർത്ഥത്തിൽ ഉപയോഗിക്കപ്പെട്ടു ഉസ്തുലിഹ അലൈഹി അതെന്താണ് അതിന്മേലെന്താണ് ഇത് ഇസ്തിലാഹാക്കപ്പെട്ടു പ്രായോഗികവൽക്കരിക്കപ്പെട്ടു മിനൽ മുഖാത്തിബ സംസാരിക്കുന്ന ആളുകളിൽ നിന്നും അത് ഏതിന്മേലാണോ ആ ഒരു കലാമ് പ്രായോഗികവൽക്കരിക്കപ്പെട്ട ആ ഒരു മാന ഉണ്ടല്ലോ ആ മാന അല്ലാത്തതിൽ ഉപയോഗിക്കപ്പെട്ട ഒന്ന് എന്നാണ്. ആ മാന അല്ലാത്തതിൽ ഉപയോഗിക്കപ്പെടണം. അപ്പം ഇവർ ഇസ്തിലാഹ് അനുസരിച്ചിട്ടുണ്ടെങ്കിൽ കീലക്കാരുടെ അടുക്കൽ ഇപ്പോൾ കീല് പറഞ്ഞിട്ടുണ്ടല്ലോ അവർ ഇസ്തിലാഹിലേക്ക് നോക്കുക. ഒരു കൂട്ടം ആളുകൾ അതിൻ്റെ എന്താണ് യഥാർത്ഥത്തിൽ വെച്ച് അതിൻ്റെ അർത്ഥം ഉണ്ടല്ലോ ആ അർത്ഥം അല്ലെങ്കിലും അതൊരു ഇസ്തിലാഹായി തീർന്നിട്ടുണ്ടെങ്കിൽ അതെന്താവൂല മജാസാവൂല ഹക്കീക്കത്താവൂ എന്നാണ് ഇവിടെ കീലക്കാർ പറഞ്ഞത്. എന്നാൽ കാലക്കാർ പറഞ്ഞത് അത് യഥാർത്ഥത്തിലുള്ള അർത്ഥത്തിന് വിട്ടുകടന്നാൽ മാത്രം മതി അത് മജാസാവാന്നാണ്. ഇനി വൽ ഹക്കീക്കത്ത് ഇനി ഹക്കീക്കത്തുണ്ടല്ലോ ഹക്കീക്കത്തിനെ പറ്റിയാണ് പറയാണ്. ഒന്നുകിൽ അത് ലുഗവിയത്തായിരിക്കും ഭാഷാപരമായിരിക്കും ഹക്കീക്കത്ത്. അതെങ്ങനെയാണ് ബി അം വളഅഹ ആ ഹക്കീക്കത്തിന് അതിനെ വെക്കൽ കൊണ്ട് അഹ്ലുൽ ലുഗത്തി ഭാഷയുടെ ആളുകൾ ഏതുപോലെ കൽ അസദ് എന്നുള്ള ലഫ്ള് എന്തിനു വേണ്ടിയാണ് ലിൽ ഹയവാനിൽ മുഫ്തരിസി പിടിമൃഗ ഒരു പ്രത്യേക ഒരു പിടിമൃഗ നമുക്കറിയാമല്ലോ സടയൊക്കെ ഉള്ള ആ സിംഹം ആണാണെങ്കിൽ പെണ്ണാണെങ്കിൽ സടയൊന്നും ഉണ്ടാവില്ല. അപ്പം ഒരു പ്രത്യേക ഹയവാൻ മുഫ്തരിസിനാണ് അസദ് എന്നുള്ള പറച്ചിൽ. അപ്പോൾ അത് ലുഗവിയായ ഹക്കീക്കത്തിനുള്ള ഉദാഹരണം. പിന്നെ വഇമ്മ ഷർഇയ്യ ഒന്നുകിൽ അതെന്താണ് ഷർഇയ്യായ ഹക്കീക്കത്തായിരിക്കും. ഏതാണ് ബി അൻ വളഅഹ അതിൻ്റെ രൂപം ബി അൻ വളഅഹ അതിനെ വെക്കൽ കൊണ്ട് ഷാരി ആരാണ് ഒന്നുകിൽ അള്ളാഹു അല്ലെങ്കിൽ റസൂൽ അള്ളാഹ് റസൂൽ അതിനെ വെക്കൽ കൊണ്ട് ആ പദത്തിനെ വെക്കൽ കൊണ്ട് ഏതുപോലെ സലാത്തി നിസ്കാരം പോലെ ഇബാദത്തിൽ മഖ്സൂസ പ്രത്യേകമായ ആരാധനക്കുള്ളതാണ് സലാത്ത് എന്നുള്ളത്. അപ്പം ഷർഇയ്യത്തായ ഹക്കീക്കത്താണത്. ഇനി ഇമ്മ ഉറുഫിയ്യ ഒന്നുകിൽ ഈ ഹക്കീക്കത്ത് ഉറുഫിയായിരിക്കും. അതെങ്ങനെയാണ് ബിയാൻ വളഅഹ അതിനെ വെക്കൽ കൊണ്ട് അഹ്ലുൽ ഉറുഫിൻ്റെ ആളുകൾ അൽ ആമ്മി പൊതുവായ ഉറുഫിൻ്റെ ആളുകൾ അതായത് നാട്ടിൽ സാധാരണ ആളുകൾ ഒരു നാട്ടിലുള്ള ആളുകളൊക്കെ അങ്ങനെ വെക്കുക അതാണ്. അപ്പോൾ ഉറുഫിയായ ഹക്കീക്കത്തായിരിക്കും അത്. ഏതുപോലെ ദാബത്തി അല്ലെങ്കിൽ നാട്ടിലുള്ള ആളുകളൊന്നും വേണമെന്നില്ല മൊത്തം ആളുകൾ വെച്ച് അതും എന്താണ് ഉറുഫിയ അതും നാട്ടിലുള്ള ആളുകളാണ് ആ നാടിനെ സംബന്ധിച്ച് ഉറുഫിയത്തായ ഹക്കീക്കത്താകും. ഇനി മൊത്തം പൊതുജനങ്ങളൊക്കെയും അത് എന്ത് വെച്ചു ഇതിനെ ഒരു വള വെച്ച് ചെയ്താൽ അതിനെ വെച്ചാൽ അതെന്താണ് ഉറുഫിയത്തായ ഹക്കീക്കത്താകും. ഏതുപോലെ ദാബത്ത് പോലെ എന്തിനാണ് ദാബത്ത് ലി ദവാത്തിൽ അർബൈ 4 കാലുള്ളതിൻ്റെ പേരാണ് അല്ല 4 കാലിക്കാണ് ദാബത്ത് എന്ന് പറയുന്നത് കൽഹിമാരി കഴുതുപോലെ. അപ്പോൾ അത് ഉറുഫിയത്തായ ഹക്കീക്കത്താണ്. വഹിയ അത് ലുഗത്തുൻ ലികുല്ലി മായദിബു ശരിക്കെന്താണ് ഈ ഹിമാർ എന്നുള്ളത് എന്താണ് ലുഗത്ത് ഒരു പ്രയോഗമാണ് അല്ലെങ്കിൽ ഒരു ഭാഷയാണ് ലികുല്ലി എല്ലാ ഓരോന്നിനുമുള്ള യദിബു അത് ഇഴയും അല്ലൽ അർളി ഭൂമിയുടെ മേൽ എഴുന്ന എല്ലാത്തിനും പറയുന്ന വാക്കാ ശരിക്കും ഏത് ദാബത്ത് എന്നുള്ളത്. പിന്നെ അത് 4 കാലുള്ളത് 4 കാലിക്കൊക്കെ പറയുകയാണ്. ഇനി നമ്മൾ പറഞ്ഞത് വളഅഹ അഹ്ലുൽ ഉറുഫിൽ ആമി എന്നാണ് പറഞ്ഞത്. എന്താണ് അഹ്ലുൽ ഉറുഫിൽ ആമി പറഞ്ഞില്ലെങ്കിൽ അഹ്ലുൽ ഉറുഫിൽ ഖാസ് ആണെങ്കിലും അതെന്താണ് ഉറുഫിയയിൽ പെടും. അതാണ് പറഞ്ഞത് വല്ല ഖാസു അൽ ആമു എന്നതിന്മേൽ അത്ഫ് ചെയ്താണ് അല്ല അൽ ആമി എന്നതിന്മേൽ അത്ഫ് ചെയ്താണ് വല്ല ഖാസി അഹ്ലുൽ ഉറുഫിൽ ഖാസായിട്ടുള്ള ഉറുഫിൻ്റെ ആളുകൾ ഉണ്ടാവൂലേ അവർ വെച്ചാലും മതി. ഏതുപോലെ അതിന് കാരണം കൽ ഫായിൽ പോലെ ഫായിലിന് ഏതിനാ പറയുക ലിൽ ഇസ്മിൽ മഅറൂഫി അറിയപ്പെട്ട ഒരു ഇസ്മിന് ഇന്ത നുഹാത്തി നെഹവീങ്ങളുടെ വയ്യാകരണന്മാരുടെ അടുക്കൽ അറിയപ്പെട്ട ആ ഒരു ഇസ്മാണല്ലോ നമുക്കറിയാവുന്ന ഫായിൽ എന്ന് പറയുന്നത്. ശരിക്കും ഫായിൽ എന്ന് വെച്ചാൽ അതിൻ്റെ യഥാർത്ഥത്തിൽ ഏതിനു വേണ്ടിയാണ് ഫായിൽ എന്ന് പറഞ്ഞത് അത് കർത്താവാണ്. ഏത് പ്രവർത്തനം ചെയ്യുന്ന ആളെ എന്ത് പറയും ഫായിൽ എന്ന് പറയും. പക്ഷെ നെഹവീങ്ങളുടെ ഇസ്തിലാഹിൽ എന്താണ് നെഹവീങ്ങൾ ഒരു ഖാസായ ആളുകളാണല്ലേ ഒരു പ്രത്യേകക്കാരാണ്. അവരെന്താ പറഞ്ഞിരിക്കുന്നത് ഇസ്മ അല്ല ഫായിൽ എന്ന് വെച്ചാൽ അത് അവർ വെച്ചിരിക്കുന്ന ഫായിൽ എന്ന് വെച്ചാൽ എന്താണ് മഅറൂഫായ ഒരു ഇസ്മാണ് അല്ലേ ആ ഒരു വഹാദ തഖസീമു. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ തഖസീം ചെയ്യലില്ലേ ഈ ഹക്കീക്കത്തിന് ഷർഇയ്യ അതുപോലെ ഫസ്റ്റ് പറഞ്ഞ ലുഗവിയ്യ ഭാഷാപരമായത് ഷർഇയ്യ ഷർഅപരമായിട്ടുള്ളത്
ഉറുഫിയ സാങ്കേതികപരമായിട്ടുള്ള, അങ്ങനെ മൂന്നായിട്ട് തിരിച്ചു. ഈ ഒരു വിഭാഗീകരണം മാഷി നടക്കുന്നതാണ് അല തരീഫ് സാനി, രണ്ടാമത്തെ തരീഫ് പ്രകാരമാണ് നടക്കുന്നതെന്ന്. രണ്ടാമത്തെ തരീഫ് പ്രകാരം എന്ന് വെച്ചാൽ നമ്മൾ വക്കീലയിട്ട് ഫസ്റ്റ് പറഞ്ഞില്ലായിരുന്നോ? വക്കീലയിട്ട് പറഞ്ഞ മസ്തുമില അങ്ങനെ പറഞ്ഞിട്ട് എന്തായിരുന്നു തരീഫ്, മസ്തുമില ഫി മസ്തുലിഹ അലൈഹി മിനൽ മുഹാത്തിബ എന്ന് പറഞ്ഞില്ലേ? ആ തരീഫ് പ്രകാരമാണ് ഈ തഖസീം നടക്കുന്നത്. ആ തരീഫ് പ്രകാരമാണ് ഈ തഖസീം നടക്കുന്നത്. അലിൽ ഹക്കീക്കത്തി, ഹക്കീക്കത്തിന് 2 തരീഫ് പറഞ്ഞു. അതിൽ രണ്ടാമത്തെ തരീഫ് പ്രകാരമാണ് ഈ തഖസീം നടക്കുന്നതെന്ന്. ദൂനൽ അവലി, ഒന്നാമത്തിനെ കൂടാതെ. എങ്ങനെയുള്ള ഒന്നാമത്തെ? അൽ കാസിരി ഒതുങ്ങുന്ന, അൽ കാസിരി ചുരുങ്ങുന്ന, അല്ല ലുഗവിയായ ഹക്കീക്കത്തിന്മേൽ ചുരുങ്ങുന്ന. കാരണം ഒന്നാമത്തെ ഹക്കീക്കത്തിൻ്റെ തരീഫ് 2 ഉണ്ട്. ഒന്നാമത്തെ ഹക്കീക്കത്ത് പ്രകാരം അവിടെ ഏത് ഹക്കീക്കത്തെ അവിടെ ഉൾക്കൊള്ളുള്ളൂ? അവിടെ ലുഗവിയായ ഹക്കീക്കത്ത് മാത്രമുള്ള അവരുടെ തരീഫിൽ വരുന്നുള്ളൂ. അല്ലാതെ ഷർഈയായതോ അല്ലെങ്കിൽ ഉറുഫിയായതോ ആയ ഹക്കീക്കത്തിന് ആ തരീഫ് പ്രകാരം ഹക്കീക്കത്തായിട്ട് പറയാൻ പറ്റൂല. ആ തരീഫ് പ്രകാരം ഹക്കീക്കത്തായിട്ട് പറയാൻ പറ്റൂല. അതാണ് പറഞ്ഞത് ഇങ്ങനെ ഹാദ തരീഫു, ഈ തരീഫ് അല്ല ഹാദ തഖസീം, ഈ വിഭജിക്കൽ മാഷി നടക്കുന്നതാണ് അല്ല തരീഫ് സാനിൽ ഹക്കീക്കത്ത്, ഹക്കീക്കത്തിനുള്ള 2 തരീഫുകൾ രണ്ടാമത്തെ തരീഫ് പ്രകാരമാണ് നടക്കുന്നത്. ദൂനൽ അവലിൽ ഒന്നാമത്തെ തരീഫ് പ്രകാരം നടക്കാത്തതാണ്. എങ്ങനെയുള്ള ഒന്നാമത്തെ? അൽ കാസിരി എന്താണ് ചുരുക്കുന്ന അല്ല ലുഗവിയായ ഹക്കീക്കത്തിന് മേൽ. ആ ഒന്നാമത്തെ തരീഫ് പ്രകാരം അതിൽ ലുഗവിയായ ഹക്കീക്കത്തേ പെടുകയുള്ളൂ. മറ്റേ ഷർഈയായ ഹക്കീക്കത്തും പിന്നെ ഉറുഫിയത്തായിട്ടുള്ള ഹക്കീക്കത്തും പെടുന്നത് ആ രണ്ടാമത്തെ തരീഫ് പ്രകാരമാണ്. ഇനി വൽ മജാസു, മജാസാകുന്നത് ഇമ്മ. ഇനിയിപ്പോൾ ഹക്കീക്കത്ത് 3 ഐറ്റം നമ്മൾ പറഞ്ഞു. ഇനി മജാസ് വരുന്ന 4 കോലങ്ങൾ നമ്മൾ പറയണം. വൽ മജാസു, മജാസ് ഇമ്മ അയ്യക്കൂന, ഒന്നുകിൽ അതാവും ബി സിയാദത്തിൽ, എന്തെങ്കിലും ഒരു വർദ്ധിക്കൽ, എന്തെങ്കിലും ഒരു സംഗതി സായിയായി വർദ്ധിച്ച് വരുന്നത് കൊണ്ടുണ്ടാവും മജാസ്. ഔ നുഖസാന, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം കുറഞ്ഞു പോലും കൊണ്ട് മജാസ് വരും. കാരണം മജാസ് വെച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ, അത് എന്താണ് യഥാർത്ഥ അർത്ഥത്തിൽ നിന്നും വേറൊന്നിലേക്ക് വിട്ട് കിടക്കുന്നതാണ് മജാസിയായ പ്രയോഗങ്ങൾ. അപ്പോൾ ഒന്നുകിൽ വർധനവ് കൊണ്ട് അല്ലെങ്കിൽ ഒരു കുറവ് കൊണ്ട് നക്കല്, അല്ലെങ്കിൽ ഒരു സംഗതി നക്കല് ചെയ്യുക, ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് നീക്കുക. ആ നീക്കൽ കൊണ്ട് ആ വിസ്തിആറത്തിന്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിൽ ഒന്നിൻ്റെ സ്ഥാനത്ത് മറ്റൊന്നിനെ വായ്പ എടുക്കുക. അപ്പോൾ ഈ 4 കാര്യങ്ങൾ കൊണ്ടാണ് മജാസ് ഉണ്ടാവുക. ഫൽ മജാസു ബി സിയാദത്തി, അപ്പോൾ സിയാദത്ത് വർധനവ് കൊണ്ടുള്ള മജാസ് ഏതുപോലെയാണ്? മിസുലു കൗലിഹി തആല, അല്ലാഹു തആലയുടെ കൗലി പോലെയാണ്. ലൈസ കമിസ്ലിഹി ഷൈഅ്, അതാണ് ലൈസ കമിസ്ലിഹി ഷൈഅ്, അത് മജാസാണ്. അതിൻ്റെ അങ്ങനെ ലൈസ കമിസ്ലിഹി ഷൈഅ് എന്ന് വെച്ചാൽ ശരിക്കർത്ഥം എന്താണ്? അള്ളാഹുവിനെ പോലെ ഒരു സാധനം ഇല്ലെന്ന്, അള്ളാഹുവിനെ പോലെ ഒരു സാധനം ഇല്ല. അപ്പം ഫൽ കാഫ്, ഇവിടുത്തെ കാഫ് ഉണ്ടല്ലോ, അത് സായിദാണ് എന്ന്. അപ്പോൾ ഇല്ല, അങ്ങനെ അല്ലെങ്കിൽ ആ കാഫില്ല കമിസ്ലിഹി എന്നുള്ളതിൽ കാഫ് സായിദ അല്ലായിരുന്നെങ്കിൽ ഫഹിയ, ആ കാഫ് ബിമാന മിസ്ലി എന്ന അർത്ഥത്തിലാകുമായിരുന്നു. അപ്പോൾ എങ്ങനെ വരിക? ലൈസ കമിസ്ലി ഷെയ്ഇന് ആ കാഫിന് മിസ്ൽ എന്ന അർത്ഥം കൊടുക്കുകയാണ്. എന്താ വരിക? ലൈസ മിസ്ലിഹി ഷെയ്ഉൻ എന്ന് വരും. അപ്പോൾ ലൈസ ഷെയ്ഉൻ ഒരു സാധനവുമല്ല, മിസ്ലിഹി അള്ളാഹുവിനെ പോലെയുള്ളത് പോലെയുള്ളതല്ല, അള്ളാഹുവിൻ്റെ മിസ്ലിനെ പോലെയുള്ളതല്ല എന്ന്. അള്ളാഹുവിൻ്റെ മിസ്ലിനെ പോലെയുള്ളതല്ല ഒരു സാധനം, അള്ളാഹുവിൻ്റെ മിസ്ലിനെ പോലെയുള്ളതല്ല എന്ന് വരും. അങ്ങനെയാകുമ്പോൾ ഫയക്കൂനു ലഹു തആല, അപ്പോൾ ഉണ്ടാകും ലഹു തആല അള്ളാഹു സുബ്ഹാനഹു തആലക്ക് ഉണ്ടാകും മിസ്ലുൻ, ഒരു മിസ്ൽ ഉണ്ടാകുന്നു, അള്ളാഹുവിനെ പോലെയുള്ള എന്തോ ഒരു സാധനം ഉണ്ടാകുന്നു. കാരണം എന്താണ്? ഇങ്ങനെയാണ് ലൈസ മിസ്ലിഹി ഷെയ്ഉൻ എന്നാണ്. അതായത് ലൈസ ഷെയ്ഉൻ ഒരു സാധനവും ഇല്ല, മിസ്ലിഹി അള്ളാഹുവിൻ്റെ മിസ്ലിനെ പോലെയായിട്ട് ഒരു സാധനമില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ മിസ്ലിനെ പോലെ ഇല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മിസ്ലുണ്ടെന്ന് വരും അല്ലേ? അപ്പോൾ അള്ളാഹുവിന് മിസ്ലുണ്ട്, അള്ളാഹുവിന് സമാനമായൊരു ശക്തി ഉണ്ട് എന്ന് വരും. ഓഹോ മുഹാൽ, അത് അസംഭവ്യമാണ്. അപ്പോൾ അവിടെ കാഫിന് എന്ത് തന്നെ കൊടുക്കണം? അത് സായിദിയാണെന്ന് തന്നെ പറയണം. വൽ ഖസ്ദു ബി ഹാദൽ കലാമി, ഈ കലാം, ഈ ഒരു സംസാരം മിസ്ലിഹി ചെയ്തുകൊണ്ടുള്ള ഉദ്ദേശം തന്നെയാണ് അത് നഫീഹു, ആ അള്ളാഹുവിന് മിസ്ലി ഇല്ല എന്ന് പറയലാണ് ഉദ്ദേശം. അല്ല അള്ളാഹുവിൻ്റെ മിസ്ലി പോലുള്ള അള്ളാഹുവിൻ്റെ മിസ്ലിന് മിസ്ലി ഇല്ല എന്നല്ല, അള്ളാഹുവിന് തന്നെ മിസ്ലി ഇല്ല എന്നാണ്. അപ്പോൾ കാഫിന് എന്തെങ്കിലും നോക്കണം? സായിദിയാണെന്ന് നോക്കണം. അപ്പോൾ ആ സംസാരം എന്താകും? സിയാദത്ത് കൊണ്ട് മജാസ് ആയിത്തീർന്നതാകും. ഇനി വൽ മജാസു ബിൻ നുഖ്സാനി, നുഖ്സാന് കൊണ്ട് മജാസാവുന്നത് ഏതുപോലെയാണ്? മിസ്ല ഖൗലിഹി തആല വസ്അലിൽ ഖറിയ പോലെ, വസ്അലിൽ ഖറിയ എന്നുള്ള അള്ളാഹുവിൻ്റെ കൗല് പോലെയുള്ളതാണ് നുഖ്സാൻ, കുറവ് കൊണ്ട് മജാസായി തീരുന്നത്. അപ്പോൾ വസ്അലിൽ ഖറിയ എന്ന് വെച്ചാൽ നേരെ അർത്ഥം എന്താണ്? നിങ്ങൾ ഗ്രാമത്തിനോട് ചോദിക്കുന്നതാണ്. ഗ്രാമത്തിനോട് ചോദിക്കാൻ കഴിയും, ജീവനുള്ള വസ്തുവിനോടല്ല ചോദിക്കുക. അതായത് അവിടെ അർത്ഥം എന്താണ്? ഇസ്അൽ അഹ്ലൽ ഖറിയ, ഗ്രാമവാസികളോട് ചോദിച്ചു നോക്കുന്നതാണ്. അപ്പോൾ ഈ അഹ്ൽ എന്നുള്ളതിനെ കളഞ്ഞു, അവിടെ കുറഞ്ഞു അല്ലേ? നുഖ്സാൻ ഉണ്ടായി. അപ്പോൾ കുറവുണ്ടായിട്ട് ആ
ഇസ്അലിൽ കറിയ, ഇസ്അൽ അഹ്ലൽ കറിയ, ഇസ്അലിൽ കറിയായത്. അപ്പോൾ അതും മജാസാണ്. ഇനി ഇപ്പോൾ കുരീബ അടുപ്പിക്കപ്പെട്ടു. സിദുക്ക് തൈരീഫിൽ മജാസി, മജാസിൻ്റെ തൈരീഫ് സാദിക്കാവൽ യോജിക്കൽ. മജാസിൻ്റെ തൈരീഫ് ഇപ്പം പറഞ്ഞ ഈ 2 ഉദാഹരണങ്ങളില്ലേ, നുക്സാൻ കൊണ്ടും സിയാദത്ത് കൊണ്ടും എന്തായി ഒന്നും മജാസ് ഉണ്ടായില്ലേ, ആ 2 ഉദാഹരണങ്ങൾ, ആ 2 ഉദാഹരണങ്ങൾ അതുപോലുള്ളതിനെയൊക്കെ എന്ത് ചെയ്യണം, എന്താണ് അത് മജാസിൻ്റെ തൈരീഫ് യോജിക്കലിനോട് അടുപ്പിക്കണ്ടേ. അപ്പോൾ മജാസിൻ്റെ തൈരീഫ് സാദിക്കാവുക, അത് യോജിക്കൽ അടുപ്പിക്കപ്പെടുന്നത് എങ്ങനെയാണ്, അലാമാതുക്കിറ പറയപ്പെട്ടതിന് മേലെ എങ്ങനെയാണ് അതിനെ അടുപ്പിക്കുക, അത് ബി അന്നഹു കാര്യം നിശ്ചയമാണെന്നത് കൊണ്ട് അടുപ്പിക്കപ്പെടും. വക്കുരീബയോട് ബന്ധപ്പെടാൻ, വക്കുരീബയോട് താലൂക്കാണ് ബി അന്നഹു നിശ്ചയം കാര്യമാണെന്നത് കൊണ്ട് ഉസ്തുഅമില ഉപയോഗിക്കപ്പെട്ടു. നഫ്യു മിസിലുൽ മിസിലി അള്ളാഹുവിൻ്റെ മിസിലിനെ നഫി ചെയ്യലാണ് ഉപയോഗിക്കപ്പെട്ടത്. ഏത് വിഷയത്തിൽ? ഫി നഫീൽ മിസിലി അള്ളാഹുവിൻ്റെ മിസിലിന് നഫി ചെയ്യുന്നതിൽ. ഒന്നുകിൽ ആ ഫി നഫീൽ നമ്മൾ ഫീക്ക് കാഫിൻ്റെ അർത്ഥം കൊടുത്താലും കുഴപ്പമില്ല, അല്ല ഫീക്ക് ലാമിൻ്റെ അർത്ഥം കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ എന്താണ് വരിക? മിസിലിനെ നിഷേധിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ മിസിലിനെ നിഷേധിക്കുന്നതിൽ, അള്ളാഹുവിനൊരു മിസിലുണ്ട് എന്നതിനെ നിഷേധിക്കുന്ന വിഷയത്തിൽ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മിസിലിനെ നിഷേധിക്കുവാൻ വേണ്ടി മിസിലിനെയാണ് അവിടെ നിഷേധിച്ചിരിക്കുന്നത് അല്ലേ. അതാണ് ബി അന്നഹു കാര്യം നിശ്ചയം കാര്യമാണെന്നതുകൊണ്ട് ഉസ്തുമില ഉപയോഗിക്കപ്പെട്ടു. നഫ്യു മിസിലി അള്ളാഹുവിൻ്റെ മിസിലിനെ നിഷേധിക്കൽ ഉപയോഗിക്കപ്പെട്ടു. ഫി നഫീൽ മിസിലി അള്ളാഹുവിൻ്റെ മിസിലിനെ നിഷേധിക്കാൻ വേണ്ടി. അപ്പോൾ ഒരു മജാസാണ് അല്ലേ, ഒന്നിനെ ആക്കാൻ വേണ്ടി അതിൻ്റെ മിസിലിനെയാണ്, ഒരു മിസിലിനെ നഫി ചെയ്യാൻ വേണ്ടി മിസിലിനെ നഫി ചെയ്തു ആ ഒരു. അതുപോലെ തന്നെ സുആലുൽ കറിയയോട് ഗ്രാമത്തിനോട് ചോദിക്കലിനെ ഉപയോഗിക്കപ്പെട്ടു. ഫി സുആലി അഹ്ലിഹ ഗ്രാമവാസികളോട് ചോദിക്കുന്നതിന് ഉപയോഗിക്കപ്പെട്ടു. ശരിക്കും ഗ്രാമവാസികളോടല്ല ചോദിക്കേണ്ടത്. അപ്പോൾ ലഫ്ള് നോക്കുമ്പോൾ എന്താണ്? ഗ്രാമത്തിനോട് ചോദിക്കുക. അപ്പോൾ ഗ്രാമവാസികളോട് ചോദിക്കുന്ന വിഷയത്തിൽ ഗ്രാമത്തിനോട് ചോദിക്കുക എന്നതാണ് അവിടെ ഉപയോഗിക്കപ്പെട്ടത്. ആ ഒരു ലഫ്ളാണ് ഉപയോഗിക്കപ്പെട്ടത്. അപ്പോൾ അങ്ങനെ അടുപ്പിക്കപ്പെട്ടു. ഇനി അപ്പോൾ 2 പറഞ്ഞു, നുക്സാൻ കൊണ്ട് സിയാദ് കൊണ്ടുള്ള മജാസ് പറഞ്ഞു. ഇനി വൽ മജാസ് ബിൻ നക്കൽ കൊണ്ട് ഉള്ള ഒരു നീക്കൽ കൊണ്ടുള്ള മജാസ് അതേതുപോലെയാണ്? കല ഗായിത്ത് പോലെയാണ്. ഗായിത്ത് എന്ന് വെച്ചാൽ എന്താണ്? കാഷ്ടമാണ്. ശരിക്കും കാഷ്ടം. അത് ഫീമ ഒന്നിലാണ് അത് ഉപയോഗിക്കപ്പെട്ടത്. യഹ്റുജു അത് പുറപ്പെടും മിനൽ ഇൻസാൻ മനുഷ്യനിൽ നിന്നും പുറപ്പെടും. അതായത് മനുഷ്യൻ്റെ വിന്താരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരു സാധനം ഇല്ലേ, കാഷ്ടം, അതിന് ഗായിത്ത് എന്ന് പറയും. നുക്കില അത് നക്കിൽ ചെയ്യപ്പെട്ടു ഈ ഗായിത്ത് എന്നുള്ള പദം ഇലൈഹി അതിലേക്ക്, ഈ കാഷ്ടം എന്ന അർത്ഥത്തിലേക്ക് നക്കിൽ ചെയ്യപ്പെട്ടു. ഇതിനെ തൊട്ട് അൻ ഹക്കീക്കത്ത് അതിൻ്റെ ഹക്കീക്കത്തിനെ തൊട്ട്. വഹിയ അതിൻ്റെ ഹക്കീക്കത്ത് ഏതാണ്? അൽ മക്കാനുൽ മുത്തുമ ഇന്നു താഴ്ന്ന സ്ഥലമാണ്. തുക്ല ഫിയ അതിൽ വീട്ടപ്പെടും അൽ ഹാജത്ത് ആവശ്യം വീട്ടപ്പെടും. അഥവാ മനുഷ്യൻ്റെ മലമൂത്ര വിസർജനം വീട്ടാൻ വേണ്ടി പണ്ട് കാലത്തുണ്ടായിരുന്ന താന്നുള്ള ആ കുഴിയില്ലേ, അതാണ് താഴ്ന്ന പ്രദേശം. ആ താഴ്ന്ന കുഴി അതാണ് ശരിക്ക് ഗായിത്ത് എന്നുള്ളത്. എന്നിട്ട് ഈ ഗായിത്ത് എന്നുള്ള പദം ആ മാനയിൽ തൊട്ട് വിട്ട് എങ്ങോട്ട് നീങ്ങി? ആ പുറത്തേക്ക് വരുന്ന സാധനത്തിലേക്ക് നീങ്ങി. പിഐസ് ഏതൊരു നിലയ്ക്ക്? ലായത്ത ബാദർ മിൻഹു അതിനെ തൊട്ട് എന്താവൂല? ഓടിപ്പോവൂല. ഉറുഫൻ സാധാരണഗതിക്ക് ഇല്ലല്ല ഹാരിജ് തബാദർ ആവൂലാന്ന്, ഇല്ലല്ല ഹാരിജ് അല്ലാതെ തബാദർ ആവൂലാന്ന്, അല്ല ഓടി വരൂലാന്ന്. തബാദർ മിൻഹു അതിൽ നിന്നും ഓടി വരൂല. അതായത് ഈ ഗായിത്ത് എന്നുള്ള പദം കേൾക്കുമ്പോൾ പെട്ടെന്ന് ഓടി വരുന്നത് എന്ത് മാത്രമാണ്? ഇല്ലല്ല ഹാരിജ് അല്ലാതെ ഓടി വരൂലെന്ന് ഹാരിജ് മാത്രമാണ്. പെട്ടെന്ന് ഗായിത്ത് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം, കിതാബ് പഠിക്കുന്നവർക്ക് എന്താണ് കാഷ്ടാണെന്ന് അറിയാം. അല്ലാതെ നമുക്ക് ഓടി വരുന്നത് ആ കുഴിയാണോ? കാഷ്ടത്തിനുള്ള കക്കൂസ് അതാണോ? അല്ല. മനസ്സിലായില്ല? ഇനി വൽ മജാസ് ബിൽ ഇസ്തിആറത്ത് കൊണ്ടുള്ള മജാസ്, അതായത് വായ്പ എടുക്കൽ കൊണ്ടുള്ള മജാസ് ഏതുപോലെയാണ്? കൗലി തആല അല്ലാഹു തആലയുടെ കൗലി പോലെയാണ്. ദുൽഖർനൈൻ്റെ കഥ പറയുന്നവിടെ എന്താണ്? കഹ്ഫ് സൂറത്ത് അവസാന ഭാഗത്താണ്. അപ്പോൾ ജിദാർ ഒരു മതിലിനെ, എങ്ങനെയുള്ള മതിൽ? യുരീദു അത് ഉദ്ദേശിക്കുന്നു യസ്ഖത അത് സാക്കിത്താവാം വീഴാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരു മതിലിനെ എന്നാണ്. അപ്പോൾ യുരീദു അത് ഉദ്ദേശിക്കുന്നു വീഴാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. അപ്പോൾ അവിടെ എന്താ ഇസ്തിയാറത്ത്? അപ്പോൾ ഫശുബിഹ മൈലുഹു ഇല സുക്കൂതി ഫശുബിഹ സദൃശ്യവൽക്കരിക്കപ്പെട്ടു. ഏതിൻ്റെ സദൃശ്യവൽക്കരിക്കപ്പെട്ടു? മൈലുഹു ഈ മതിലിൻ്റെ ചെരിയലോട് ഇല സുക്കൂത്തി ചെരിയൽ ഏതിലേക്കാണ്? ഇല സുക്കൂത്തി വീണു പോകുന്നതിലേക്കുള്ള മതിലിൻ്റെ ചെരിയൽ വീണു പോകുന്നതിലേക്ക്, അതായത് വീഴാൻ വേണ്ടി പോവാണ്. വീഴാൻ വേണ്ടി എന്താ ഫസ്റ്റ് ചെരിഞ്ഞെരിഞ്ഞല്ലേ വീഴുക. അപ്പോൾ വീഴുന്നതിലേക്കുള്ള ഈ മതിലിൻ്റെ ചെരിയലിനെ സദൃശ്യവൽക്കരിക്കപ്പെട്ടു. ഏതിനോട് സദൃശ്യവൽക്കരിക്കപ്പെട്ടു? ബി ഇറാദത്തി സുക്കൂത്തി വീഴാൻ വേണ്ടിയുള്ള ഉദ്ദേശത്തിനോട്. അപ്പം മതിൽ വീഴാൻ പോകുന്ന മതിൽ എന്ന് പറഞ്ഞാൽ മതി.
ഇവിടെ എന്താ പറഞ്ഞാൽ വീഴാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന മതിൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഉദ്ദേശത്തിനോടാണ് ഇവിടെ സദൃശവൽക്കരിക്കപ്പെട്ടത്. അല്ലാതെ എങ്ങനെയുള്ള ഇറാദത്ത് ഇയാദ് മീൻ സിഫാത്തിൽ ഹൈ, ജീവനുള്ള വസ്തുവിൻ്റെ വിശേഷണങ്ങളിൽ പെട്ടതാണ് ഈ ഉദ്ദേശം എന്നുള്ളത്. മതിലിന് പ്രത്യേക ഉദ്ദേശമുണ്ട്, ജീവനുള്ള വസ്തുവിനല്ലേ ഉദ്ദേശിക്കാനുള്ള കഴിവ്. അപ്പോൾ സുക്കൂത്ത് എന്ന് പറയാതെ എന്താ പറഞ്ഞാൽ അവിടെ യുരീദു അയ്യങ്കുള്ള അയ്യങ്കുള്ള എന്ന് പറയാതെ എന്താണ്, അല്ലെങ്കിൽ ജിദാറ യങ്കുള്ള യങ്കള്ള എന്ന് പറയാതെ, ഈ ജിദാറ യങ്കള്ളു എന്ന് പറയാതെ ജിദാറ യുരീദു അയ്യങ്കള്ള എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ആ ഇറാദത്ത് അവിടെ ഇറാദത്തിനോടാണ് സദൃശവൽക്കരിക്കപ്പെട്ട. ഈ ഇറാദത്ത് ഏതിൽ പെട്ടാണ്? ഹയ്യിൻ്റെ സിഫത്തിൽ പെട്ടതാണ്. ദൂനൽ ജമാഅത്ത്, നിർജീവ വസ്തു. അതായത് ഈ മതിലൊക്കെ നിർജീവ വസ്തുവാണല്ലോ. നിർജീവ വസ്തുവിന് എന്തുണ്ടാവില്ല? ഇറാദത്ത് ഉണ്ടാവില്ല. എന്നിട്ട് ഇവിടെ ഇറാദത്ത് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇറാദത്ത് എന്നുള്ള ഒരു വാക്കിന് ഇവിടെ വായ്പ എടുത്ത് മതിലിന് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതാണ് എന്താണ് ഇസ്തിആറത്ത്, വായ്പ എടുത്തുകൊണ്ടുള്ള മജാസ്. വൽ മജാസുൽ മബ്നിയു അല തശ്ബീഹി. അപ്പോൾ ഇതാണ് തശ്ബീഹിൻ്റെ മേൽ എടുക്കപ്പെടുന്ന മജാസ് ആകുന്നു. വൽ മജാസുൽ മബ്നി, എടുക്കപ്പെടുന്ന മജാസ്. അല തശ്ബീഹിൻ്റെ മേൽ എടുക്കപ്പെടുന്ന മജാസ്. യുസമ്മ, അതിൻ്റെ പേര് പറയപ്പെടും ഇസ്തിആറത്തൻ, ഇസ്തിആറത്ത് എന്ന് പേര് പറയപ്പെടും. കാരണം ഇവിടെ ഈ ജമാദായ മതിലിനെ ജീവനുള്ള ഒരു വസ്തുവിനോട് സദൃശ്യമാക്കും. അങ്ങനെ ജീവനുള്ള ഒരു വസ്തു വീഴാൻ പോകുന്ന ഉദ്ദേശിക്കുമല്ലോ, വീഴുന്നതിന് ഉദ്ദേശിക്കും. ആ ഉദ്ദേശത്തിന് ഏതിന് കൊടുത്തു? നമ്മുടെ നിർജീവ സാധനമായ മതിലിന് കൊടുത്തു. അതാണ് വിഷയം.